വാർത്തകൾ വിശദമായി. ഓട്ടോറിക്ഷയിൽ യാത്രക്കാരി മറന്നുവെച്ച സ്വർണ്ണമാല തിരിച്ചേൽപ്പിച്ച് ഓട്ടോ ഡ്രൈവർ മാതൃകയായി. വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിന് സമീപം ആലിപ്പുരയ്ക്കൽ സജുവിന്റെ 6 മാസം പ്രായമുള്ള മകൾ ആവന്തികയുടെ സ്വർണ്ണമാലയാണ് ഓട്ടോയിൽ മറന്നുവെച്ചത്. സജുവിന്റെ ഭാര്യ മകളെയും കൂട്ടി കാരമുക്കിലെ 4 സെന്റ് കോളനിയിലെ സ്വന്തം വീട്ടിലേക്ക് പോകാനായാണ് വിളക്കുംകാൽ ഓട്ടോപേട്ടയിൽ നിന്നും വിളക്കത്ത് പ്രദീപിന്റെ ഓട്ടോ വിളിച്ചത്. പേട്ടയിൽ തിരിച്ചെത്തി പുറകിലേക്ക് നോക്കിയപ്പോഴാണ് മാല കണ്ടത്. തുടർന്ന് അന്തിക്കാട് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും യുവതി സ്റ്റേഷനിലെത്തി മാല കൈപ്പറ്റുകയും ചെയ്തു. തൃത്തല്ലൂർ കമല നെഹ്റു VHSയിൽ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കപ്പ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CM നൌഷാദ് നിർവഹിച്ചു. തൃത്തല്ലൂർ കമല നെഹ്റു VHSയിൽ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കപ്പ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ KB റോഷ്നി, പ്രധാന അധ്യാപിക ഡോളി കുര്യൻ, PTA പ്രസിഡന്റ് ജുബുമോൻ, BR സോമൻ, PC രവി, KV ഷൈൻ, കൃഷി അസിസ്റ്റന്റ് മുഹമ്മദ് നൌഷാദ് എന്നിവർ സംസാരിച്ചു. വിളവെടുത്ത കപ്പ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താനാണ് തീരുമാനം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിലെ വാഹന ഫണ്ടും ഉച്ചഭക്ഷണ വിപുലീകരണ ഫണ്ട് ഏറ്റുവാങ്ങലും വിദ്യാഭ്യാസ സഹായ ഫണ്ട് വിതരണവും പഠനോപകരണ വിതരണവും ഗീതാഗോപി MLA നിർവഹിച്ചു. ഒരു വികസന സാധ്യത വളരെയധികം സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഒരു PTA അധ്യാപകരും ആണ് ഈ സ്കൂളിൽ നിലനിൽക്കുന്നതിനുള്ള വസ്തുത വളരെ കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ കൃത്യത ഈ രീതിയിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പേരൻസിനെ സമർപ്പിക്കാൻ സന്നദ്ധരായിട്ടുള്ള ധനഞ്ജയനും അതുപോലെ തന്നെ വക്കീലൊക്കെ പൊതു സാമൂഹ്യ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ തീരദേശ മേഖലയിലെ തങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഈ സമൂഹത്തിൽ വളരുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു സംഭാവനയാണ്. ആ സംഭാവനയാണ് ഇന്ന് നമ്മുടെ ഈ സ്കൂളിന്റെ SS ഉയർത്തിപ്പിടിക്കും. ഇപ്പൊ ബസ് ഒരു സർവീസ് നമ്മുടെ കുട്ടികളെ എടുത്ത് ഈ സ്കൂളിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ബസിന്റെ വാടകയാണ് ഒരു 50,000 രൂപ വർഷത്തിൽ വരുന്നു. അത് നമ്മൾ ഏറ്റുവാങ്ങും. അതുകൊണ്ട് ഉച്ചഭക്ഷണം 10,000 രൂപ, മറ്റു അനുബന്ധ ചെലവുകൾ 15,000 രൂപ. ഇതെല്ലാം നമുക്ക് ഈ നാടിന്റെ തന്നെ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, MV വിമൽകുമാർ, MK മോഹനൻ, പ്രിയരാജ്, മോഹനൻ കരുമുള്ളി, AB ജയപ്രകാശ്, KH സാജൻ മാസ്റ്റർ, ധനഞ്ജയൻ K മച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്ത് തൊഴിലുറപ്പ് ഗ്രാമസഭ നടന്നു. 10 വാർഡുകളിലെ തൊഴിലുറപ്പ് ഗ്രാമസഭയാണ് ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ് തൊഴിലുറപ്പ് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഓരോ പഞ്ചായത്തുകളിലും ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വിവിധ 18 വാർഡുകളിലായി രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ കണക്കുകളെ സംബന്ധിച്ചും ഇവിടെ നടന്ന കഴിഞ്ഞ വർഷം നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വൈസ് പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതാണ്. ഗ്രാമീണ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് ഒരു വർഷത്തിൽ 100 ദിവസം മിനിമം തൊഴിൽ നൽകുക എന്നുള്ള നിയമം തന്നെ പാസാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഓരോ വർഷം കഴിയുമ്പോഴും ഇതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതാത് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പോരായ്മകളെ സംബന്ധിച്ചൊക്കെ സമഗ്രമായി പരിശോധിച്ച് ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലുമല്ല അതിന്റെ അന്വേഷണങ്ങളുടെ തന്നെ ഭാഗമായി ഓരോ വർഷവും ഇതിന്റെ പോരായ്മകൾ എന്താണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് പുതിയ പുതിയ നിയമങ്ങളടക്കം ഈ രംഗത്തേക്ക് കടന്നു വരുന്നു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഒരു
വർഷത്തിൽ 100 ദിവസം മിനിമം ഒരു കുടുംബത്തിന് തൊഴിൽ ലഭിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് ലഭിച്ചിരുന്ന കൂലി 150 രൂപയാണ്. അത് പിന്നീട് 164 രൂപയായും ഇപ്പോൾ നമുക്ക് 180 രൂപ എന്ന രീതിയിൽ തൊഴിലാളികൾക്ക്. വൈസ് പ്രസിഡന്റ് സുജാത അരവിന്ദാക്ഷൻ, മെമ്പർമാരായ നസീമ സൈദു, സുജ പുഷ്കരൻ, ഗോപി കുന്നത്ത്, ഒറ്റാലി സുരേഷ് തുടങ്ങിയവരും പഞ്ചായത്ത് തല നിർവഹണ ഉദ്യോഗസ്ഥരും ADS CDS മെമ്പർമാരും പങ്കെടുത്തു. എന്നാൽ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ 30ഓളം അംഗങ്ങൾ ഗ്രാമസഭ അറിയിപ്പിൽ വന്ന തെറ്റിദ്ധാരണ മൂലം ഗ്രാമസഭ ബഹിഷ്കരിച്ചു. ഇടവേള. ഹലോ അങ്കിൾ, രാവിലെ മഞ്ഞും തണുപ്പും കൊണ്ടുള്ള ഈ ഓട്ടം ഇതുവരെ നിർത്താറായില്ലേ? ഒന്നും പറയണ്ട, അല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോ എന്തിനാ അങ്കിളെ ഈ ബുദ്ധിമുട്ടുന്നത്? മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തെക്കേ പമ്പിന് തെക്കുവശം, തൃപ്രയാർ. ജീവിതാസ്വാദനം ആരോഗ്യ പരിപാലനത്തിലൂടെ. ഫീൽ ഫിറ്റ്, ഫീൽ ഗുഡ്. മാക്സ് ഫിറ്റ്നസ്, ഓതറൈസ്ഡ് ഡീലർ ഓഫ് മാക്സ് ഫിറ്റ്നസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ട്രെഡ്മിൽ, ഓർബിട്രാക്ക്, AB ലോഞ്ച്, AB കിങ് തുടങ്ങിയവ ന്യായവിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവാതിക്കൽ ലഭിക്കുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട അത്യാധുനിക വ്യായാമ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തൃപ്രയാർ. ഫോൺ 0487239347. മൊബൈൽ 9656003547. കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. 1 കോടിയിൽ പരം ആളുകൾ സന്തുഷ്ടരാണ് ഡെൻ നെറ്റ്വർക്സിന്റെ സർവീസുകൾ കൊണ്ട്. എല്ലാ ചാനൽസും, ഒപ്പം നമ്മുടെ ഫേവറേറ്റ് ലോക്കൽ ചാനൽസും. സോളിഡ് സർവീസ്, ജസ്റ്റ് ലൈക്ക് ഡ്രാവൻ. ഡെൻ കേബിൾ, ശരിയായ വിലയും ഒപ്പം ഫുൾ വാല്യൂവും. ഇപ്പോൾ ഡെൻ കൊണ്ടുവരുന്നു സുപ്പീരിയർ ഡെൻ ഡിജിറ്റൽ കേബിൾ TV സർവീസ്. DVD പിക്ചർ ക്വാളിറ്റി, സ്റ്റീരിയോഫോണിക് സൗണ്ട്, 150-ൽ കൂടുതൽ ചാനലുകൾ, പ്രോഗ്രാമിംഗ് ഗൈഡ്, ഗെയിമിംഗ്, ബ്ലോഗിംഗ് കൂടാതെ മ്യൂസിക് സർവീസും. എല്ലാ ചാനൽസും യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ. പ്ലസ് മൈനസ് പാക്കേജസ് വേണ്ട. ഇൻസ്റ്റാളേഷനും ഹോം സർവീസും ഏറെ സുഗമം. പിന്നെ റെയിനിലും നോ പെയിൻ. DTH പോലെയല്ല. ഇന്നു തന്നെ നിങ്ങളുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യൂ ഡിജിറ്റൽ കേബിളിനൊപ്പം. അതിനാൽ നിങ്ങളുടെ ലോക്കൽ കേബിൾ ഓപ്പറേറ്ററെ ഇന്ന് തന്നെ ബന്ധപ്പെടൂ, അല്ലെങ്കിൽ ഫോൺ ചെയ്യൂ 1-800-419-2020. ഡെൻ നെറ്റ്വർക്ക്, TV കാണുവാനുള്ള പുതിയ സ്റ്റൈൽ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തലതിരിഞ്ഞ അഡ്മിഷൻ മാനദണ്ഡത്തിൽ പ്രതിഷേധിച്ച് SFI സമരത്തിന്. യൂണിവേഴ്സിറ്റിയുടെ അശാസ്ത്രീയമായ അഡ്മിഷൻ നടത്തിപ്പിനെ തുടർന്ന് കുറഞ്ഞ മാർക്ക് ലഭിച്ചവർക്ക് ഉയർന്ന റാങ്ക് ലഭിക്കുമെന്നതിനാൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച കുട്ടികൾക്ക് പഠനാവസരം നഷ്ടപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം. ഇത്തരം നടപടികൾ സ്വാശ്രയ സ്ഥാപനങ്ങളെ സഹായിക്കുവാനാണെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. ഇന്നലെ അഡ്മിഷൻ നടക്കണ്ടേ ചാൻസ് ലിസ്റ്റ് 1-ന്റെ. അപ്പൊ അതെന്ന് പറയുന്നെങ്കിൽ ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും വേറെ തരംതിരിച്ച്, അതായത് ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും റാങ്ക് വളരെ വലിയ റാങ്കിൽ കൊടുത്തേക്കണവർക്ക്. അപ്പോൾ അത് വളരെ വലിയൊരു അപാകതയാണ്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്ക് ഇവിടെ ചേരാനുള്ള അവസരമില്ല. അപ്പൊ അതിനെതിരെ SFI ഇന്നലെ ഒരു വിരോധ സമരം, പ്രതിഷേധ പ്രകടനം തുടങ്ങിയ നടത്തിണ്ടായിരുന്നു. ഇതിനെതിരെ SFI ഇനി ഒരുപാട് സമരമുഖങ്ങളുടെ മുന്നേറും. അതിനെതിരെ പ്രതിഷേധിക്കും, പ്രതികരിക്കും. പിന്നെ മാത്രമല്ല, ഇത്തരത്തിലുള്ള അപാകതകൾ പരിഹരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് അപാകതകൾ പരിഹരിക്കുന്നോ അതുവരെ SFI സമരമുഖത്ത് നിരന്തരമായി ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ്. ഇതിനെതിരെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ PTA പൊതുയോഗത്തിനോടനുബന്ധിച്ച് അന്തിക്കാട് ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ C. പ്രേമാനന്ദകൃഷ്ണൻ ക്ലാസ് എടുത്തു. ആ നിറഞ്ഞതിനനുസരിച്ചായിരിക്കും നമ്മുടെ കുട്ടികളുടെ സ്വഭാവം. ഞാൻ ഇതുകൊണ്ട് പറയുന്നത്, ഇപ്പോ അടയ്ക്കുമ്പോ നമ്മളത് പറയും, അടയ്ക്കുമ്പോ വേണമെങ്കിൽ മടിയിൽ വെക്കാം. ഇത് ഒരു കൗന്നുമരമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കുട്ടികളൊക്കെ മോൾ എന്ത് പറഞ്ഞാലും കേൾക്കും, മോൻ എന്ത് പറഞ്ഞാലും കേൾക്കും, ഇല്ലേ? ഉറപ്പല്ലേ? ഈ സമയത്ത് അപ്പൊ ഈ സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല.
എന്റെ മോള് നന്നാവും, എന്റെ മോൻ നന്നാവും എന്ന ഒരു കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചായിരുന്നു ക്ലാസ്. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സീതാ ഗണേഷ് അധ്യക്ഷയായി. പ്രധാനാധ്യാപിക TC ജെസ്സി, EL ജോസി, ജോളി, റോസ്, PV ജാൻസി തുടങ്ങിയവരും സംസാരിച്ചു. അന്തിക്കാട് മിനി സിവിൽ സ്റ്റേഷന്റെ 3ാമത്തെ നില പണിയുന്നതിനായി പൊതുമരാമത്ത് ഫണ്ടിൽ നിന്നും 1,15 ലക്ഷം രൂപ അനുവദിച്ചതായി ഗീതാ ഗോപി MLA അറിയിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ മിനി സിവിൽ സ്റ്റേഷനിൽ നിലവിൽ അന്തിക്കാട് വില്ലേജ് ഓഫീസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. തൃപ്പയാർ ക്ഷേത്ര സൗന്ദര്യവൽക്കരണത്തിനായി നാട്ടിക MLA ഗീതാ ഗോപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നതിനും വിലയിരുത്തുന്നതിനുമായി ഗീതാ ഗോപി MLA എത്തി. കേരളത്തിലെ തന്നെ 4 മഹാക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൃപ്പയാർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രനഗരിയെ സുന്ദരവും ശുചിത്വവുമാക്കി ഭക്തർക്ക് ഏതാനും ദിവസങ്ങളിൽ നാലമ്പല കർക്കിടക മാസ ഭക്തരുടെ തിരക്ക് വരുന്ന ഈ സമയത്ത് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ക്ഷേത്രനഗരിയുടെ ഇരുവശത്തുമുള്ള ഫുട്പാത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതോടൊപ്പം ഈ ക്ഷേത്രനഗരി ചൈതന്യപൂർണ്ണമാക്കി നിലനിർത്താനും ഭക്തരെ അവരവരുടെ യാത്രാ സൗകര്യം കുറേയും കൂടി മെച്ചപ്പെടുത്തുന്നതിനും ഭാഗമായിട്ടാണ് ഈ ഫുട്പാത്തിന്റെ നവീകരണ പ്രവർത്തനം തുടങ്ങിവെച്ചത്. ഏകദേശം ഗവൺമെന്റിന്റെ 2 കോടി ചിലവ് വരുന്ന ഈ പദ്ധതി ഈ വർഷത്തെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അതിന്റെ 2ാമത്തെ വർക്കുകളും ഈ സമയത്ത് ഏകദേശം കർക്കിടകം 1-ാം തീയതി ജൂലൈ 17-ാം തീയതി അത് മലയാള മാസം കർക്കിടക മാസം 1-ാം തീയതി തന്നെ രാത്രി പുലർച്ചെ 1:30 മണിക്ക് പോലും ഭക്തർ ഈ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും എന്നുള്ള കണക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നത്. ഇതിന്റെ പ്രോഗ്രസീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട എക്സി ഡിപ്പാർട്ട്മെന്റിന്റെ പൊതുമരാമത്തിന്റെ ബഹുമാനപ്പെട്ട ആന്റണി എന്ന് പറയുന്ന വിദഗ്ധയുടെ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്റെ കൂടെ ഉണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ്. തൃപ്പയാർ സെന്റർ മുതൽ ക്ഷേത്രം വരെയുള്ള റോഡിനിരുവശവും കാനയുടെ പണിയും ടൈൽ പതിക്കലും നടക്കുന്നുണ്ട്. ഒരു ഇടവേള കൂടി. കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. 1 കോടിയിൽ പരം ആളുകൾ സന്തുഷ്ടരാണ് ഡെൻ നെറ്റോസിന്റെ സർവീസുകൾ കൊണ്ട്. എല്ലാ ചാനൽസും ഒപ്പം നമ്മുടെ ഫേവറേറ്റ് ലോക്കൽ ചാനൽസും സോളിഡ് സർവീസ് ജസ്റ്റ് ലൈക്ക് ഡ്രാവിഡ്. ഡെൻ കേബിൾ ശരിയായ വിലയും ഒപ്പം ഫുൾ വാല്യൂവും. ഇപ്പോൾ ഡെൻ കൊണ്ടുവരുന്നു സുപ്പീരിയർ ഡെൻ ഡിജിറ്റൽ കേബിൾ TV സർവീസ്. DVD പിക്ചർ ക്വാളിറ്റി, സ്റ്റീരിയോഫോണിക് സൗണ്ട്, 150-ൽ കൂടുതൽ ചാനലുകൾ, പ്രോഗ്രാമിംഗ് ഗൈഡ്, ഗെയിമിംഗ്, ബ്ലോഗിംഗ് കൂടാതെ മ്യൂസിക് സർവീസും. എല്ലാ ചാനൽസും യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ. പ്ലസ് മൈനസ് പാക്കേജസ് വേണ്ട. ഇൻസ്റ്റാളേഷനും ഹോം സർവീസും ഏറെ സുഗമം. പിന്നെ റെയിനിലും നോ പെയിൻ. DTH പോലെയല്ല. ഇന്നു തന്നെ നിങ്ങളുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യൂ ഡിജിറ്റൽ കേബിളിനൊപ്പം. അതിനാൽ നിങ്ങളുടെ ലോക്കൽ കേബിൾ ഓപ്പറേറ്ററെ ഇന്ന് തന്നെ ബന്ധപ്പെടൂ, അല്ലെങ്കിൽ ഫോൺ ചെയ്യൂ 1-800-419-2020. ഡെൻ നെറ്റ്വർക്ക്, TV കാണുവാനുള്ള പുതിയ സ്റ്റൈൽ. നീലങ്കാവിൽ ഏജൻസീസ് പെയിന്റ് പ്ലാസ, നാലുംകൂടിയ സെന്ററിന് വടക്കുവശം, പെരിങ്ങോട്ടുകര. 2013 ഏപ്രിൽ 9 മുതൽ പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിന് വടക്കുഭാഗത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് ഞങ്ങൾ നിറം ചാർത്തുന്നു. പ്രമുഖ പെയിന്റ് നിർമ്മാണ കമ്പനികളായ ഏഷ്യൻ പെയിന്റ്സ്, നെരോലാക്, ഡ്യൂലാക്സ്, ഷാലിമാർ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി നൽകുന്നു. കൂടാതെ ബ്രഷ്, പോളിഷ്, വൈറ്റ് സിമെന്റ് തുടങ്ങിയ പെയിന്റിംഗ് സാധന സാമഗ്രികളുടെ വിപുലമായ ശേഖരവും. സന്ദർശിക്കുക നീലങ്കാവിൽ ഏജൻസീസ് പെയിന്റ് പ്ലാസ, നാലുംകൂടിയ സെന്ററിന് വടക്കുവശം, പെരിങ്ങോട്ടുകര. മനസ്സിന്റെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ട കമ്പനികളുടെ അതിവിപുല ശേഖരങ്ങളുമായി ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന മഴവിൽ വർണ്ണങ്ങളുടെ നിറക്കൂട്ടുകളുമായി സന്ദർശിക്കുക. 2013 ഏപ്രിൽ 9 മുതൽ ഓഗസ്റ്റ് 15 വരെ ഓരോ 500 രൂപ മുകളിലുള്ള കൂപ്പണുകൾ നറുക്കെടുത്ത്
അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് വിജയ്ക്ക് കളർ TV സമ്മാനമായി നൽകുന്നു. നീലങ്കാവിൽ ഏജൻസീസ്, പെയിൻ പ്ലാസ, 4 കൂടിയ സെന്ററിന് വടക്കുവശം, പെരിങ്ങോട്ടുകര. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ പെരിങ്ങോട്ടുകരയിലെ പ്രമുഖ പെയിന്റിംഗ് വിൽപ്പന കേന്ദ്രം. ഫോൺ 0487 267 6888. മൊബൈൽ 9496 085433. വാർത്തകൾ തുടരുന്നു. നാട്ടിക പഞ്ചായത്തിലെ തൃപ്പയാർ സെന്ററിലെ മുഴുവൻ കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന കർശനമാക്കി. പൊതുകാനയിലേക്ക് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കടകളിൽ നിന്ന് ഒഴുക്കിവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിശോധന കർശനമാക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാനാകില്ലെന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ പറഞ്ഞു. മലിനജലം കാനയിലേക്ക് ഒഴുക്കുന്നത് സംബന്ധിച്ച് വ്യാപകമായ പരാതി നിലനിൽക്കുകയുണ്ടായി. അതേ തുടർന്ന് ഏതാനും ദിവസങ്ങളായി കാനയുടെ സ്ലാബ് പൊക്കി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുത്തുവരികയായിരുന്നു. തൃപ്പയാർ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. കോമ്പൗണ്ടിനുള്ളിൽ മാലിന്യം നിക്ഷേപിക്കരുതെന്ന് എഴുതിയ ബോർഡിന് താഴെ തന്നെയാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ദേവസ്വത്തിന്റെ ഭൂമിയിൽ നടക്കുന്ന മാലിന്യത്തിൽ ദേവസ്വം അധികൃതർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ചരമ വാർത്തകൾ. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് യുവതി മരിച്ചു. ചാഴൂർ ചേറ്റക്കുളം യുവതാര ക്ലബിന് സമീപം മണക്കാട്ട് സദാനന്ദൻ ഭാര്യ സരളയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. മകളെ വിവാഹം കഴിച്ചയച്ച നെന്മാറയിലേക്ക് വ്യാഴാഴ്ച രാവിലെ മകൻ ശരത്തുമൊത്ത് ബൈക്കിൽ പോകുമ്പോഴാണ് റോഡിലെ ഹമ്പിൽ തട്ടി സരള തെറിച്ചു വീണത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവതി വെള്ളിയാഴ്ച 12:30 മരണപ്പെട്ടത്.